ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞുകൊട്ടെ, ഇത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഫലം അത്യാവശ്യം നല്ല ഗുണഫലങ്ങൾ മാസാവസാനമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഗുണാനുഭവം ഉള്ള സമയമാണ്. എന്നാൽ ചെറിയ ദോഷങ്ങളുമുണ്ട്, അത്രയേ ഉള്ളൂ. വലിയ പേടിക്കാനുള്ളതൊന്നുമില്ല. ഇതിലെടുത്ത് പറയേണ്ടത് ദാമ്പത്യ ജീവിതത്തിലെ ദീർഘനാളായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ പൊരുത്തക്കേടുകളൊക്കെ മാറി കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ്. സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ദമ്പതിമാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ കർശന തീരുമാനങ്ങളെടുക്കുന്ന സമയമാണ് ഈ 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തീരുമാനങ്ങളൊക്കെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്നതാണ്. നിങ്ങൾ ഉറ്റ മിത്രങ്ങളെ ആരെയും വിശ്വാസത്തിലെടുക്കരുത്. അത് ഗുണത്തേക്കാൾ വളരെ ദോഷം ചെയ്യും. അവർ പറയുന്ന പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് വിനയായി ഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ഗൃഹയോഗമൊക്കെ കാണും. ഗൃഹം സ്വന്തമായിട്ടും വാങ്ങാനുള്ള യോഗമൊക്കെ ഉണ്ട്. ഇതിലെടുത്ത് പറയേണ്ട 2, 5, 9, 14, 18, 23, 27, 30 തീയതികൾ ശുഭ സൂചകമായിട്ടാണ് അത് കാണുന്നത്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തീയതികളാണിത്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന തീയതികളാണിത്. അന്നത്തെ ദിവസങ്ങളിലൊക്കെ വഴിപാടുകൾ ചെയ്യുക. ഗണേശ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളുടെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഭാഗ്യ നക്ഷത്രങ്ങളുടെയൊക്കെ അവസ്ഥയൊക്കെ കൊണ്ട് സന്താനങ്ങൾക്ക് കാലം അനുകൂലമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടംപോലെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്, ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇത് സന്താനങ്ങളുടെ ഗുണഫലം ഉണ്ടാകുന്ന നിങ്ങളുടെ നല്ല അനുകൂലമായ സമയമായതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട ചില അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട അപവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഊഹ കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഊഹങ്ങൾക്ക് വഴി വെച്ചിട്ട് ബിസിനസ് ചെയ്യുക. അതായത് സ്ഥലം വാങ്ങിയിട്ട് ഇത്ര രൂപയ്ക്ക് കൂട്ടി വിൽക്കാം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഇത്ര രൂപയ്ക്ക് കൂട്ടി വിൽക്കാമെന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ സമയമല്ല. നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അനാരോഗ്യം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പുറത്തുനിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ, യാത്ര പോകുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, മഴ നനഞ്ഞ് നടക്കുക ഒക്കെ ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ധാരാളം വെള്ളം കുടിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ പണം കടം കൊടുക്കുന്നത് കഴിയാവുന്ന ഒഴിവാക്കുക. ഈ മാസങ്ങളിൽ നിങ്ങൾ പണം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപരമായിട്ടാണ് പോകുന്നത്, സന്തോഷകരമായിരിക്കും. നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. ചില ദിക്കിൽ നിന്നൊക്കെ ചില ധനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ഉപരിപഠനം മുടങ്ങിപ്പോയവർക്ക് പഠനം പുനരാരംഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വാഹന ഇടപാടുകളിലൊക്കെ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സന്താനങ്ങൾ മുഖാന്തരം പ്രശസ്തിയും ആദരവും ലഭിക്കുന്നൊരു സമയമാണ്. സന്താനങ്ങൾ നിങ്ങൾക്ക് ഗുണഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ വന്നു ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ മാതാപിതാക്കളുമായ അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നൊരു സമയമാണ്. കുടുംബാന്തരീക്ഷം അത് കാരണം മാതാപിതാക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ഒരു കലുഷിതമാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ ഒക്കെ വേർപാട് മനോദുഃഖത്തിന് ഇടവരുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ചിലരൊക്കെ ഇഹലോകവാസം വെടിയാനുള്ള സാധ്യതയുണ്ട്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിൽ മനോദുഃഖത്തിലകപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ ചിലർ പോകുന്നുണ്ട്. ആ സമയത്ത് ഈശ്വരഭജനം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ മാനസിക നില വീണ്ടെടുക്കാൻ, പഴയ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില രോഗങ്ങൾ മാസാവസാനത്തിലൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ട് ആ സമയത്ത് സ്വയം ചികിത്സയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു വൈദ്യൻ്റെയോ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം
മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കഴിയാവുന്ന പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ്. നോൺ വെജ് ഒട്ടും കഴിക്കാതിരിക്കുക. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യ ദേവതയുടെ അല്ലെങ്കിൽ ഭാഗ്യ താരകങ്ങളുടെയൊക്കെ കടാക്ഷം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വേർപെട്ട ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടും. എന്നാൽ മത്സരരംഗത്ത് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട്. പൊതുവെ ഗുണദോഷ ഫലങ്ങളിലെ കുറച്ച് ഗുണഫലങ്ങൾ നന്നായിട്ടുണ്ട്, ദോഷഫലങ്ങളും ഉണ്ട്. എന്നാലും ഇത്ര കണ്ട് പേടിക്കാനായിട്ടുള്ള ഒന്നുമില്ല. അനാരോഗ്യം നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭഗവാന് കറുകമാല കൊടുക്കുക, കറുകപ്പുല്ല് കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കറുക ഹോമം നടത്തുന്നതും ഗുണകരമായിരിക്കും. തിങ്കളാഴ്ചകളിൽ 21 നാരങ്ങാമാല കോർത്ത് മാല ഭഗവാന് സമർപ്പിക്കുക, നെയ്വിളക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഒപ്പം ദേവീ കടാക്ഷത്തിനായിട്ട് നിങ്ങൾ ദേവീക്ഷേത്രം ദർശിക്കുക, ദേവിക്ക് ഉടയാട സമർപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയൊക്കെ കാരണത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ. വിഘ്നങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.